ആ ആ പറ്റിയല്ലെങ്കിൽ ഇങ്ങ് പോര്. ആ ആ ആ ഇന്ന് തന്നെ പോരുവാണേ പോര്. ആരാ ഫോണേല്? ആ ഗീതു അമ്മച്ചി വിളിച്ചേ. ഓ ഇന്നും ഓരോ പ്രശ്നം പറഞ്ഞ് കരഞ്ഞും കൂയും വിളിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റിയാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ഇങ്ങോട്ടോ? ആ ഏതായാലും പെറ്റു പോയില്ലേ, സഹിക്കുക. ഓരോരുത്തർ കൊഞ്ചിച്ച് തലേ കയറ്റുമ്പോ ആലോചിക്കണായിരുന്നു. വളർത്തു ദോഷം എന്നല്ലേ എല്ലാരും പറയുള്ളൂ. എന്നാടി നീ ചുമ്മാ ഇങ്ങനെ പുറത്തോണ്ട് കിടക്കുന്നത്? ഓ നമ്മുടെ പൊന്നുമോള് ഗീതു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ആഹാ, എന്നാ വിശേഷം? എന്നാ ചുമ്മാ വരുമല്ല, അവിടെ ആണ്ട് അടി ഉണ്ടാക്കി ഇങ്ങ് പോരുന്നതാ. അടിയോ? ഇതിപ്പോ എത്രാമത്തെ അടി വെക്കല ഇത്? ആ ഇതിനി എന്നത്തേലും പോലെയല്ല, ഇന്ന് ഞാൻ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. എന്നും നാഴിക്ക് 40 തൊട്ട് അടി ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങ് വരുമല്ലേ. നീ ആ കവലയിലോട്ട് ഇറങ്ങുമ്പോ ആ കടയിലോട്ടും കൊടുത്തേക്കെ. ഇതന്നെ എത്ര സാധനം കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചല്ലേ ഉള്ളൂ. ആ ഇനി ഇവിടെ ആൾസംഖ്യ കൂടുവാ. നിന്റെ പുന്നാര പെങ്ങളെ അടി ഉണ്ടാക്കി ഇങ്ങോട്ട് പോരുക. ഇനി കുറച്ച് നാളത്തേക്ക് അവൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഞാൻ ഒത്തുതീർപ്പിന് പോകത്തൊന്നുമില്ല കേട്ടോ. പോവണ്ട, ഞാൻ ആരോടും പറയുന്നില്ല ഒത്തുതീർപ്പുണ്ടാക്കാൻ. അമ്മ ഇനി മാത്രം കണ്ട് ടെൻഷൻ അടിക്കണ്ട. ചേച്ചി എപ്പോഴും വന്നു പോകുന്നല്ലേ ഇങ്ങനെ. എന്റെ പൊന്നു പെങ്കൊച്ചെ, അവൾ ഈ ആഴ്ചയിൽ മാസം ഇതുപോലെ അടി ഉണ്ടാക്കിക്കൊണ്ടെന്ന് എന്നാ ചെയ്യാനായിട്ടാ? നമ്മൾ അവിടെ ചെന്ന് അവരുടെ മുമ്പിൽ ചെന്ന് പറഞ്ഞു നാണം കെട്ടില്ലേ. ഇവിടത്തോരുടെ കുഴപ്പാ, എല്ലാരും തലയിൽ കയറ്റി വെച്ചു. അതാ അവള് താളം കാണുന്നത്. അമ്മേ ആ ഇതെന്നാടി, കൊച്ചൊന്നുമില്ലേ? കൊച്ചിന് ക്രിസ്മസ് പരീക്ഷയല്ലേ, പിന്നെ എന്തിനാ കൊണ്ടുവരുന്നേ? ഓ ആ ബോധമെങ്കിലും ഉണ്ടായല്ലോ. അല്ലെ പിന്നെ അവര് നോക്കട്ടെ, ഇതെന്റെ മാത്രം കുഞ്ഞൊന്നും അല്ലല്ലോ. വാ കേറി വാ. ഇതെന്നാ നീ വന്നപാടെ വന്ന് കിടക്കുന്നേ? ആ വന്നേന്റെ ക്ഷീണം. ആ തുണി മാറി വാ, പറമ്പിൽ കുറച്ച് പണിയുണ്ട്. ഇതെന്നാ ഞാൻ വരാൻ വേണ്ടി ഇട്ടേക്കുവായിരുന്നു ഈ പണി മൊത്തം? ഓ അല്ലെങ്കിൽ ഇവിടുത്തെ അപ്പന്റെ അമ്മയുടെ ക്ഷേമവിവരം അന്വേഷിക്കാൻ വന്നോന്നും അല്ലല്ലോ എന്റെ മോള്. ആ പിന്നെ അവിടെ ഞാൻ പണി ചെയ്ത് മടുത്തിട്ടാ നിക്കക്കളില്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ കിടന്ന് സൂയിക്കുന്ന പോലെ കെട്ടിക്കേറി ചെല്ലുന്ന വീട്ടിൽ ചെന്ന് സൂയിച്ചിട്ടുണ്ടെങ്കിലായിരിക്കും അവിടെ വായിരിക്കുന്ന കേട്ടിട്ടുള്ളത്. അല്ലേലും അമ്മയ്ക്ക് എപ്പോഴും അങ്ങേരുടെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ ആ അമ്മയുടെ മോള്, അത് ഓർത്തോ? ആ അത് ഓർത്തിട്ട് തന്നെയാ നിന്നോട് ഈ പറയുന്നത്. ഓ ഏതുവരായിരുന്നു, നേരത്താണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? അമ്മച്ചി ആ നീ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വാ ഇരിക്ക്. അപ്പച്ചൻ എന്തിയേ? ഇന്ന് എന്നതാ അടുത്ത പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വന്നേ? ഓ അല്ലേലും എല്ലാവർക്കും ഞാനാണല്ലോ പ്രശ്നക്കാരി എന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ 6 മാസവും കൂടുമ്പോ നീ ഇങ്ങനെ വന്നു കയറാറുണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവിടെ എന്ത് ചെയ്താലും കുഴപ്പം. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്ത് അങ്ങനെയായിപ്പോ ഇങ്ങനെയായിപ്പോ, അങ്ങനെ 100 പ്രശ്നങ്ങളാ. അവരെന്നെ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയാവോ? പക്ഷെ ഞാൻ തിരിച്ച് കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല. നീ ഒന്നും പറഞ്ഞില്ലെന്ന്. നീ അല്ലായിരിക്കണം. ചായ. എന്താ മോൻ വല്ലാതിരിക്കുന്നേ? എല്ലാരും പറഞ്ഞു അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാൻ. എന്നെ കൊണ്ട് പറ്റത്തില്ല അവിടെ പോയി നാണം കെടാൻ. നിങ്ങൾ പോയി സംസാരിക്കേ, അല്ലെങ്കിൽ പിന്നെ ആളുകൾ പറയത്തില്ല ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാത്തോണ്ടാണ് എന്റെ കെട്ടിയോൻ പോയി സംസാരിക്കാത്തന്നൊക്കെ പറയും. നിങ്ങളുടെ പെങ്ങൾക്ക് വേണ്ടിട്ടല്ലേ ഒരു പ്രാവശ്യം നാണം കെട്. അമ്മേ അമ്മേ ആ നീ വന്നോടാ. അവരെന്നാ പറഞ്ഞടാ ചെന്നപ്പോ? പറയാം. എല്ലാരും എന്തി? അമ്മച്ചി അമ്മച്ചി എല്ലാരും വിളിച്ചേ. ആ വരുന്നു. എല്ലാരും വിളിക്കേ. എന്നാടി ഞാനിവിടെ വരാം. വേണ്ട, നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങ്. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. വന്നിട്ട് ഞാൻ കാര്യം പറ. ഇനി എന്റെ പുന്നാര ഭാര്യ എന്തേ? ഇവിടെ ഉണ്ടായിരുന്നോ? എന്റെ കൂടെ പറപ്പിനെ കണ്ടില്ലല്ലോ. അവളെന്തേ? വാ മോള് വാ. എന്താ അതിന് നീ കാര്യം പറ. അവിടെ ചെന്നപ്പോ എന്താ സംഭവിച്ചേ? എന്റെ പൊന്നമ്മേ, നാണം കെട്ട് തൊലി ഉരിഞ്ഞെന്റെ. എനിക്ക് വേണ്ടി ആരുടെയും കൈയും കാലും പിടിക്കാനൊന്നും ആരും പറഞ്ഞില്ല. കണ്ടോ അമ്മച്ചി, ഇപ്പോഴും അഹങ്കാരം കണ്ടോ? അവിടെ എന്നാ നടന്നെന്നറിയാവോ? അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്റെ കെട്ടിയോനും അമ്മായിയമ്മയും കൂടി ഒരുപാട് കാര്യങ്ങൾ നിന്റെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ടാവും. എനിക്കറിയില്ല അതൊന്നും. അവിടെ എന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ ആരും സഹിക്കത്തില്ല. കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല അവിടെ. അമ്മ ഇത് കാണമ്മേ, ഇവളുടെ കാര്യങ്ങളൊക്കെ അളിയൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. കാണ്. കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല.
കമ കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല. ഇവള് പറഞ്ഞത് ശരിയാ. കമാന്നൊരക്ഷരം ഇവള് പറഞ്ഞിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ അക്ഷരവും പറഞ്ഞിട്ടുണ്ട്. നീ അതേ ചിരിക്കല്ലേ, നീ ഒറ്റ ഒരുത്തി കാരണം ഞാൻ അവിടെ പോയി നാണം കെട്ടെ. ഇതിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാനായിട്ടാ? ഇതിപ്പോ ഇത്ര ആയ സ്ഥിതിക്ക് ഇനി ഇവയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അധികം മുന്നോട്ട് കൊണ്ടുപോകണ്ട. നീ പോയി നല്ലൊരു വക്കീലിനെ പോയി കാണും. ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. അത് മതി, അത് മതി. അതിന് മാത്രമുള്ള പ്രശ്നമൊന്നും എനിക്ക് വെച്ചാലും തമ്മിലൊന്നുമില്ല. നീ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞു പോയിട്ട് നിങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ എന്റെ കെട്ടുതാലി കളയാനുള്ള ശ്രമമാണോ? ഇതിന്റെ കുറച്ച് നാണക്കേടല്ലേ ഉള്ളൂ, അത് സഹിക്കാന്നുള്ളൂ. നാട്ടുകാരൊക്കെ അറിഞ്ഞാ അത് നാണക്കേടല്ലേ. നീ എങ്ങോട്ടാ? ഞാൻ പോവാ. ഞാനും വെച്ചാലും തമ്മിൽ നിസ്സാര പ്രശ്നമുള്ളൂ. നിങ്ങൾ എല്ലാവരും ഊതിപ്പെറിപ്പിച്ച് എന്റെ കെട്ടുതാലി ഇല്ലാണ്ടാക്കണ്ട കേട്ടല്ലോ. എടി പെങ്കൊച്ചെ ഇവിടുന്ന് ആക്കി തരാടി. ഓ വേണ്ട, ഞാൻ വന്ന പോലെ തന്നെ എനിക്ക് പോകാൻ അറിയാം കേട്ടല്ലോ. കൊച്ചെ കരിയേപ്പില വല്ലതും വേണോടി കൊണ്ടുപോകാൻ? പിന്നെ മനുഷ്യന്റെ ജീവിതം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു കരിയേപ്പില. അവള് പോയി. അമ്മച്ചിയുടെ ഒരേ ഒരു ഡയലോഗിലാ അവള് വാലും പൊക്കി ഓടിയത്. ഞാൻ ശരിക്കും അവളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ. നമ്മളെല്ലാരും അങ്ങ് സീരിയസ് ആയപ്പോ കണ്ടില്ലേ അവൾ അങ്ങ് പോകുന്നത്. താങ്ങാൻ ആളുണ്ടുള്ളിടത്ത് തളർച്ചയുള്ളൂ. കമാന്നൊരു അക്ഷരം ഞാൻ മിണ്ടിയിട്ടില്ല.